ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളൊരു CBZ എക്സ്ട്രീമാണ് കേട്ടോ. 2009 മോഡൽ സെക്കൻഡ് ഓണറായിട്ടുള്ള ഒരു വണ്ടിയാണ്. CBZ ഒരു കാലത്ത് ഒരുപാട് പേരുടെ ഹരവുമായിരുന്നു, സ്വപ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് റീടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. റീടെസ്റ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അപാകതകളെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ വിശദീകരിക്കേണ്ട കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബാക്കിൽ പെടുത്തതൊക്കെ ഇതൊക്കെ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ടച്ചപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്ന ടെസ്റ്റ് നടത്തിയിട്ടുള്ളൊരു വാഹനം എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒന്നും അതിൻ്റെ സംഗതികളൊന്നും പോയിട്ടില്ല. ഒരു പക്ഷേ റീപെയിൻറ്റിങ് ആവാം, അല്ലെങ്കിൽ പുതിയ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുള്ളതാവും. ടാങ്കിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളോ ഞളക്കങ്ങളോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണില്ല. സൈലൻസറിൻ്റെ ഭാഗം, ഈ ഒരു സൈഡ്, ഇതൊക്കെ പക്ക ലെവലാണ്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള പെയിൻറ്റിങ് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇനി ഫ്രണ്ട് വൈസറിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു തൃശ്ശൂർ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ടെസ്റ്റ് കഴിച്ച് വെച്ചിരിക്കുന്നതാണ്. 2009 മോഡലാണ്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇതിപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസാണ്, അതുപോലെ തന്നെ പുതിയ പൊല്യൂഷനാണ്. കാരണം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുള്ളത് കൊണ്ട് പുതിയ പൊല്യൂഷന് പുതിയ ഇൻഷുറൻസ് ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് ബാറ്ററി, പുത്തൻ ബാറ്ററി, അതായത് 1 മാസമാണ് ബാറ്ററിയുടെ പഴക്കം ആയിട്ടുള്ളൂ. അതിൻ്റെ വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇനി നിലവിൽ പറയാനുള്ളത് ബാക്ക് ടയറിനെ കുറിച്ച് തന്നെ. ടയർ മാറ്റേണ്ടി വരും. ഞാനത് ഇവിടേക്ക് ഈ സാധനം കമ്പിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ടയർ ബാക്ക് മാറ്റേണ്ടി വരും. ഫ്രണ്ടിൽ കുഴപ്പമില്ല കേട്ടോ, ഒരു 80% അടുത്ത് ഫ്രണ്ട് ടയറുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് 2009 മോഡലാണെങ്കിൽ കൂടിയും സെൽഫ് സ്റ്റാർട്ടാണ്, അലോയ് വീലുകളാണ്, അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്, ബാക്കും ഫ്രണ്ടും അലോയ് വീലാണ് കേട്ടോ. അപ്പോൾ 2009 മോഡൽ വണ്ടിക്ക് എല്ലാം അത്യാവശ്യം നല്ല വൃത്തിയും വെടുപ്പും, പിന്നെ 5 കൊല്ലത്തേക്ക് പേപ്പറുണ്ട്, പിന്നെ അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിന് കിലോമീറ്റർ കാണിക്കുന്നത് ഏകദേശം 5000 അത് ചിലപ്പോൾ 1,50,000 ആവാം. കാരണം ഏതെങ്കിലും സമയത്ത് കിലോമീറ്റർ കേബിൾ വർക്ക് ചെയ്യാണ്ടിരിക്കുകയോ അങ്ങനത്തെ പൊട്ടിപ്പോവുകയോ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നിലവിൽ സെക്കൻഡ് ഓണറായിട്ടുള്ള വണ്ടി തൃശ്ശൂർ ജില്ലയിലെ തലൂരിൻ്റെ അടുത്താണ് വണ്ടി ഇരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാൻ വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അത്യാവശ്യം വൃത്തിമെടുപ്പുള്ള നല്ലൊരു വണ്ടി തന്നെയാണ്, വിലയും വളരെ കുറവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം നമുക്ക്. സെൽഫാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററിയൊക്കെ പുത്തൻ ബാറ്ററിയാണ്. സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ടിങ്ങാണ്. വേണ്ട പുകയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. റേസ് ചെയ്യുമ്പോൾ കാര്യമായിട്ട് സൗണ്ട് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇടാം. ഇവിടെ 2009 മോഡൽ സെക്കൻഡ് ഓണർ, അലോയ്വീലും ഡിസ്ക് ബ്രേക്കും സെൽഫ് സ്റ്റാർട്ടും പുതിയ ബാറ്ററിയും പുതിയ ഇൻഷുറൻസും പുതിയ പൊല്യൂഷനൊക്കെ ആയിട്ടുള്ള ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും 22,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. വിലപേശലിന് ശേഷം മികച്ചൊരു വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെപ്പോഴും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വാഹനം സ്വന്തമാക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ വാഹനം നോക്കാൻ വരുമ്പോൾ ഒരിക്കലും എൻ്റെ വാക്ക് മാത്രം കേട്ട് വരരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വാഹനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവൊന്നും എനിക്കില്ല, മെക്കാനിക്കൽ സൈഡിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവൊന്നും എനിക്കില്ല എന്ന് തന്നെ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കൂടെ ഒരാളെ മെക്കാനിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചു നോക്കി ഇതിൻ്റെ എല്ലാ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഏത് വാഹനം നമ്മൾ വീഡിയോയിൽ ഇടുന്ന ഏത് വാഹനം ആയിക്കോട്ടെ ആ വാഹനത്തെക്കുറിച്ച് പൂർണ്ണമായി ചെക്ക് ചെയ്ത് നിങ്ങൾ വില പേശി വാഹനം മികച്ച വിലയിൽ സ്വന്തമാക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിലയുടെ കാര്യം ഒന്നുകൂടി പറയാം. 2009 മോഡൽ ടെസ്റ്റ് കഴിഞ്ഞു, 5 വർഷത്തേക്ക് പേപ്പറുണ്ട്. അടിപൊളി ഒരു വണ്ടിയാണ്. തൃശ്ശൂർ ജില്ലയിൽ തലൂരിനടുത്താണ് വാഹനം ഇരിക്കുന്നത്. വെറും 22,000 രൂപ വിലപേശലിന് വിധേയമാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.